വെളിപാട് പുസ്തകം 21 അധ്യായം 3 തിരുവചനം. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. ഈ ലോക ജീവിതത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ ജീവിത അവബോധം എന്ന് പറയുന്നത് ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഇരവും പകലും ഒരു സ്നേഹ സാന്നിധ്യമായി എപ്പോഴും അവിടുന്ന് എൻ്റെ കൂടെ വസിക്കുന്നു എന്ന അവബോധമാണ്. വേദപുസ്തകം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരുന്ന ദൈവം ആകാശങ്ങളിലിരിക്കുന്ന ഒരു തമ്പുരാനല്ല, മറിച്ച് ആകാശം ചായിച്ച് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ കൂടെ സദാ വസിക്കുന്ന, ചരിക്കുന്ന, കൂടെയിരിക്കുന്ന, കൂട്ടുകൂടുന്ന ഒരു ദൈവത്തെ പറ്റിയാണ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ആ സ്നേഹ സാന്നിധ്യമുണ്ട്. ലോകമെമ്പാടുമുള്ള ആയിരം ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയായി ആ സാന്നിധ്യമുണ്ട്. പ്രാർത്ഥനകൾ ഉയരുന്ന ഓരോ ഭവനത്തിലും അവിടുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ഈ പ്രാണവായുവിൽ ആ സ്നേഹ സാന്നിധ്യമുണ്ട്. എൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ഹൃദയത്തിൻ്റെ തുടിപ്പിൽ, മിടിപ്പിൽ ആ സ്നേഹ സാന്നിധ്യമുണ്ട്. ആ നാമത്തിൽ ഒരുമിച്ച് ചേരുന്ന എല്ലാവരുടെയും മധ്യേ, നമ്മുടെ മധ്യേ അവനുണ്ട് എന്ന അവബോധം. വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണ്. ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്നത് തമ്പുരാന്റെ പാദത്തിന്റെ മുമ്പിലാണെന്ന ചിന്ത എത്ര ധന്യമാണ്. ഒരു കപ്പൽ യാത്രക്കിടയിൽ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത പാസ്റ്റർ തൻ്റെ കൊച്ചുമകൻ്റെ കൈപിടിച്ച് കപ്പലിൻ്റെ മേൽത്തട്ടിലേക്ക് വന്നു. ചക്രവാളങ്ങളിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ആ കൊച്ചുമോൻ പപ്പയോട് ചോദിച്ചു, പപ്പേ, ഇന്നത്തെ പ്രാർത്ഥനയിൽ പപ്പ പറഞ്ഞത് ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയല്ലേ? എന്നിട്ടവൻ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി ചോദിച്ചു, പപ്പേ, ദൈവത്തിൻ്റെ സ്നേഹം അത്ര ഉയരത്തിലുള്ളതാണോ? പപ്പ പറഞ്ഞു, അതേ മോനെ. അവന്റെ കൗതുകം വർദ്ധിച്ചവൻ ചക്രവാളങ്ങളിലേക്ക് ചൂണ്ടി, പപ്പേ, ഇത്രമാത്രം വിശാലമാണോ ദൈവത്തിന്റെ സ്നേഹം? പപ്പ പറഞ്ഞു, അതേ മോനെ. അവൻ വീണ്ടും കടലിലേക്ക് വിരൽ ചൂണ്ടി, പപ്പേ, ഈ കടലിനോളം ആഴമുണ്ടോ ദൈവത്തിന്റെ സ്നേഹത്തിന്? പപ്പ പറഞ്ഞു, തീർച്ചയായും. അത് കേട്ടി മോൻ പപ്പയോട് വലിയൊരു സത്യം പറയുകയാണ്. ആ പപ്പ ഒരുപക്ഷെ ഇന്നോളം ധ്യാനിക്കാത്ത വലിയൊരു ദൈവീക സത്യം. പപ്പേ, അപ്പോൾ നാം നിൽക്കുന്നത് ദൈവസ്നേഹത്തിന്റെ ഒത്ത നടുക്കാണല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് എൻ്റെ ജീവിതത്തെ പ്രത്യാശ നിർഭരമാക്കുന്ന, പ്രകാശിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ അവബോധം. ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്നത് എന്നെ പുൽകി നിൽക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൻ്റെ ഒത്ത നടുവിലാണ്. ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാണ്. കൈകൾ കൂപ്പിക്കൊണ്ട് ജീവിതം ദാനമായി തന്ന ആ തമ്പുരാന്റെ പാദപീഠത്തെ പുൽകി നിന്നുകൊണ്ട് നമുക്ക് അവിടുത്തെ ഈ വലിയ സ്നേഹത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഈരടികൾ പാടിക്കൊണ്ട് നമുക്ക് ആരാധനയോടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കാം. പൂർണ്ണമാരാധന
ഒരിക്കലും ക്ഷയിക്കാത്ത സ്നേഹം, ഒരിക്കലും പിരിയാത്ത സ്നേഹം. ഈ സ്നേഹത്തിൽ നിറയുമ്പോഴാണ് ആത്മാവ് പരമാനന്ദം അടയുന്നത്. മരിക്കുവോളം പാടുവാൻ മാത്രം, കീർത്തിക്കുവാൻ മാത്രം വലിയ സ്നേഹം എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ചൊരിഞ്ഞുകൊണ്ട് എന്നെ പുൽകി നിൽക്കും. നമുക്ക് പാടാം ഈ വലിയ സ്നേഹത്തെ ആരാധിച്ച്. അക്ഷയ സ്നേഹമേ നീ സ്വന്തമാവുകിൽ ജീവിതമെന്തെന്തു പരമാനന്ദം. ജീവിതം പൂർണ്ണമാം ആരാധന. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും സുന്ദരമായ സമവാക്യം രചിച്ചിട്ടുള്ളത് യോഹന്നാൻ സുവിശേഷകനാണ്. 1 യോഹന്നാൻ 4:8 വചനം, ദൈവം സ്നേഹമാകും. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഏറ്റവും മഹനീയമായ സമവാക്യം, ദൈവം സമം സ്നേഹം. അന്ത്യത്താഴ വേളയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹമിരമ്പുന്ന ഹൃദയത്തോട് സ്വന്തം ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് അനുഭവിച്ചറിഞ്ഞതാണ് യോഹന്നാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. അങ്ങനെ ആ മനുഷ്യൻ എഴുതി സ്നേഹത്തിൻ്റെ ഒരു സുവിശേഷം, സ്നേഹം നിറഞ്ഞു കവിയുന്ന 3 ലേഖനങ്ങൾ. എഴുതിയ വെളിപാട് മുഴുവൻ ദൈവസ്നേഹത്തിൻ്റെ വെളിപാട്. 1 യോഹന്നാൻ 3:1 പിതാവായ ദൈവത്തിൻ്റെ വലിപ്പത്തെ യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. എന്താണ് ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം? യോഹന്നാൻ തന്റെ സുവിശേഷം 3-ാം-അധ്യായം-16 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്ര അധികമായി ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. അത്ര അധികമായി, ഈ ലോകത്തേക്കാൾ ഒരു വേള തൻ്റെ പുത്രനെ വിട്ടുതരുവാൻ മാത്രം അത്ര അധികമായി ദൈവം ലോകത്തെ, മനുഷ്യനെ സ്നേഹിച്ചു. ക്രിസ്തുവിൻ്റെ തിരുമുഖത്ത് നിന്നാണ് മനുഷ്യൻ കേട്ടിട്ടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല വ്യാഖ്യാനം നമ്മൾ ശ്രവിച്ചിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം-അധ്യായം-13-ാമത്തെ വാക്യം, യേശു തൻ്റെ ശ്രോതാക്കളോട് ഇങ്ങനെ പറഞ്ഞു, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അത് പറഞ്ഞിട്ട് തൻ്റെ ശിഷ്യരെ നോക്കി യേശു ഇങ്ങനെ വിളിച്ചു, ഇനി ഞാൻ നിങ്ങളെ ദാസരെന്നല്ല വിളിക്കുക, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. അത് പറഞ്ഞിട്ട് താൻ സ്നേഹിക്കുന്ന സകല സ്നേഹിതർക്കും വേണ്ടി ക്രിസ്തു കാൽവരി കുരിശിലേക്ക് കയറി തൻ്റെ ജീവിതം ബലിയാക്കി സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ കാവ്യം രചിച്ചു, കാൽവരി കുരിശ്. യോഹന്നാൻ പറയുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിൽ നിന്നും സ്നേഹം എന്താണെന്ന് നാം അറിയും. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിൽ നിന്നാണ് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നാം അറിയുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, പൗലോസ്ലീഹ എഫേസോസിലെ തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കി പ്രാർത്ഥിച്ച സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട്.
അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ തൊട്ടറിഞ്ഞ പൗലോസ് ഉതിർത്ത പ്രാർത്ഥനകളാണ്. എഫേസ്യ ലേഖനം 3:18 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ക്രിസ്തു സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ പാരമ്യം കുരിശിലേക്ക് നോക്കുമ്പോഴാണ് ഒരുവന് വെളിപ്പെട്ട് കിട്ടുക. ആകാശത്തോളം ഉയർന്ന് ചക്രവാളങ്ങളിലേക്ക് പരന്നു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, എന്നെ പൊതിഞ്ഞ് എനിക്ക് നിൽക്കാൻ പാകത്തിന് സ്നേഹ സാന്നിധ്യം അരുളുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹം. ഈ കുരിശിൻ്റെ ചുവട്ടിലാണ് സ്നേഹം തേടി നമ്മെല്ലാവരും എത്തേണ്ടത്. നോക്കുക ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു സത്യമുണ്ട്. ഇത്ര അധികമായി ആരും നമ്മെ സ്നേഹിച്ചിട്ടില്ല. ഇതുപോലെ ആരെങ്കിലും എനിക്ക് വേണ്ടി അടിയേറ്റിട്ടുണ്ടോ? ക്രിസ്തുവിനെ പോലെ ആരെങ്കിലും എനിക്ക് വേണ്ടി മുൾമുടി ധരിച്ചിട്ട് പരിഹാസ രാജാവായി ആരോപിതനായിട്ടുണ്ട്? എനിക്ക് വേണ്ടി ആരെങ്കിലും കൈകാലുകളിൽ ആണിപ്പഴുതുകൾ സ്വീകരിച്ചിട്ടുണ്ട്? ആരാണ് എനിക്ക് വേണ്ടി നെഞ്ചു പിളർന്നിട്ടുള്ളത്? ആരുണ്ടിതുപോലെ ജീവിതം മുഴുവൻ പകുത്തു മുറിച്ച് എനിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്? അത്ര അധികമായി അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നു. കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ ക്രൂശിതന്റെ മുഖത്തേക്ക് നോക്കി ഈ വലിയ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേ, നീ വെളിപ്പെടുത്തി തന്ന, നീ തുറന്നു തന്ന ഈ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ യോഹന്നാനെ പോലെ എൻ്റെ നെഞ്ചു നിറയെ നിന്റെ സ്നേഹം ഒന്ന് ആവാഹിച്ചെടുക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കുരിശിന്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് ഒന്ന് ചേർന്ന് ഈ വലിയ സ്നേഹത്തെ ധ്യാനിച്ചു പാടാം. ദാസരുടെ നിലയിൽ നിന്ന് സ്നേഹിതന്റെ തലത്തിലേക്ക് ഉയർത്തിയ വാത്സല്യമാണ് അവിടുന്ന്. ആ സ്നേഹത്തിന്റെ ആഴമറിഞ്ഞവരൊക്കെ ആ പാദങ്ങളെ പിന്തുടർന്ന് വിശുദ്ധരുടെ നിരയിലേക്ക് ചേർന്നിട്ടുണ്ട്. നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹിതരാണ്. ആ പാദം പുണർന്ന് വിശുദ്ധരുടെ നിരയിലേക്ക് ഉയരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഒന്നും മിച്ചം വെക്കാതെ
സർവ്വതും പങ്കിട്ടു നൽകുന്നതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ആരും വർണ്ണിച്ചാൽ അധികം വരാത്ത ക്രിസ്തു സ്നേഹത്തിന്റെ മുമ്പിലാണ് നാം നിൽക്കുക. സ്വന്തം ഹൃദയം കുത്തി തുളച്ചവന്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്തുകൊണ്ട് സ്നേഹത്തിന്റെ പുതിയൊരു കാവ്യം അവിടുന്ന് എഴുതി. ആ സ്നേഹത്തിന്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട് നിറയപ്പെട്ടവരാണ് നാം എല്ലാവരും. ഈ സ്നേഹത്തെ നമുക്ക് വർണ്ണിച്ച് പാടാം. യെശയ്യാ പ്രവചനം 54 അധ്യായം 10 തിരുവചനം. നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. ഒരിക്കലും പിരിയാത്ത കർത്താവിൻ്റെ ഒരു സ്നേഹം, മലകൾ അകന്നാലും കുന്നുകൾ ഇല്ലാതായാലും അവിടുത്തെ സ്നേഹം എന്നെ പൊതിഞ്ഞു നിൽക്കും. പൗലോസ്ലീഹ ഈ വലിയ സ്നേഹം, പിരിയാത്ത സ്നേഹം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ റോമായിലെ സഭയ്ക്ക് 8 അധ്യായം 35 തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപെടുത്താൻ സാധിക്കുകയില്ല എന്ന് ഉദ്ഘോഷിക്കുകയാണ്. പൗലോസ് ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, മരണത്തിന് പോലുമോ ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പിരിയാതെ എന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ഈ സ്നേഹത്തെ തള്ളിപ്പറയുവാനോ ഒറ്റിക്കൊടുക്കുവാനോ നമുക്കാവില്ല. ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരു നിമിഷം നമ്മുടെ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് വലിയ സ്നേഹത്തോടുകൂടി, നന്ദി നിറഞ്ഞ മനസ്സോടെ, ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന തമ്പുരാന്റെ സ്നേഹത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നന്ദിയോടെ നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അത്ര അധികമായി അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. ഈ സ്തുതിപ്പിന്റെ സമയത്ത് ക്രൂശിതന്റെ നെഞ്ചിൽ നിന്ന് ഇന്നോളം ലോകം കാണാത്ത, ആരും ആസ്വദിക്കാത്ത വലിയ സ്നേഹം എല്ലാ ഹൃദയങ്ങളിലേക്കും ഒഴുകിയിറങ്ങട്ടെ. എല്ലാവരും ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിതനായ യേശുവേ, അങ്ങേ ആരാധിക്കുന്നു, അങ്ങയുടെ തിരുഹൃദയത്തെ ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്നേഹമേ, എന്നെ നിറയ്ക്കണമേ, എന്റെ ഹൃദയം നിറയ്ക്കണമേ, എന്റെ കുടുംബ ജീവിതത്തിൽ സ്നേഹം നിറയ്ക്കണമേ, എന്റെ ജീവിത വഴികളിൽ സ്നേഹം നിറയ്ക്കണമേ, എന്റെ കണ്ണുകളിൽ സ്നേഹം നിറയട്ടെ, എന്റെ കൈകളിൽ സ്നേഹം നിറയ്ക്കണമേ, എന്റെ കാതുകളിലും എല്ലാ ഇന്ദ്രിയങ്ങളിലും എന്റെ ജീവിതം മുഴുവൻ നിന്റെ വലിയ സ്നേഹത്താൽ നിറച്ചു തരണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരു നിമിഷം കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വലിയ സ്നേഹം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നമുക്ക് അനുഭവിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം എന്ന് പറയുന്നത്
അത് കാരുണ്യമാണ്. പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പ മനോഹരമായ ഒരു നിർവചനം കാരുണ്യത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്, കാരുണ്യം എന്നാൽ ദൈവത്തിന് പാപിയോടുള്ള സ്നേഹമാണ്. ദൈവത്തിന് പാപിയോടുള്ള സ്നേഹത്തിന്റെ പേരാണ് കാരുണ്യം. ആരാണ് പാപി? ഞാനൊരു പാപിയാണ്. നമ്മെല്ലാവരും പാപികളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവം എന്നോട് കാണിക്കുന്ന സ്നേഹം എന്താണ്? കരുണയല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് കർത്താവിൻ്റെ കരുണാർദ്ര സ്നേഹമാണ് ഇപ്പോൾ എന്നെ പുൽകി നിൽക്കുക. സങ്കീർത്തകൻ ദാവീദ് ദൈവത്തിൻ്റെ കരുണ ഇത്രമാത്രം അനുഭവിച്ച മറ്റൊരു മനുഷ്യനുണ്ടോ വേദപുസ്തകത്തിൽ? 120-ലധികം തവണ സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് ആവർത്തിച്ചു പറയുന്നു, കർത്താവ് കരുണാമയനാണ്, കർത്താവിൻ്റെ സ്നേഹം കരുണാർദ്രമാണ്. 36-ാം സങ്കീർത്തനം 5-ാം വാക്യം, കർത്താവേ അങ്ങേ കാരുണ്യം ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു. ഈ ഭൂമിയെ മുഴുവൻ പുതപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം. ഈ ഭൂമിയിലെ സകല മനുഷ്യന്റെയും പാപങ്ങൾ ഒരു കുന്നുപോലെ ഉയർന്നു നിന്നാലും അതിനെ പൊതിഞ്ഞു നിൽക്കുന്നു ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹം. ഈ ദൈവസ്നേഹത്തിന്റെ, ഈ കരുണാർദ്ര സ്നേഹത്തിന്റെ പൂർണ്ണത ഈ ലോകത്തിന് വെളിപ്പെട്ട് കിട്ടിയത് ക്രിസ്തുവിന്റെ തിരുമുഖത്ത് നിന്ന. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, ക്രിസ്തുവിന്റെ മുഖം നിറയെ കരുണയാണ്. ദൈവത്തിന്റെ കരുണയുടെ മുഖമാണത്രേ യേശു ക്രിസ്തുവിന്. അത് സത്യമാണ്. സുവിശേഷങ്ങളിലൂടെ ഒരു യാത്ര നടത്തി നോക്കൂ, ഒരു തീർത്ഥയാത്ര. അവൻ കുഷ്ഠരോഗിയെ സ്പർശിച്ചു നോക്കി. സമരിയക്കാരി പെൺകുട്ടിക്ക് വേണ്ടി അവൻ മണിക്കൂറുകൾ കാത്തിരുന്നു, മാറ്റിവെച്ചു സമയം. പാപിനിക്ക് ചുംബിക്കുവാൻ അവൻ തന്റെ പാദങ്ങൾ നൽകിയില്ലേ? വ്യഭിചാരിണിയെ കല്ലേറിൽ നിന്ന് അവൻ പൊതിഞ്ഞു പിടിച്ചു. പാപിയായ സക്കേവൂസിന്റെ വീട്ടിലെത്തി രക്ഷ കൊടുത്തു. പാപിയുടെ വീട്ടിൽ അവൻ വിരുന്നുണ്ടു. പാപികളോട് കൂട്ടുകൂടി. പാവങ്ങളെയും രോഗികളെയും അവൻ ചേർത്തണച്ചു. കള്ളൻ അവൻ പറുദീസ വാഗ്ദാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞതെല്ലാം കാരുണ്യത്തിന്റെ കഥകളല്ലേ? ധൂർത്തപുത്രന്റെ കഥ, കാണാതായ ആടിന്റെ കഥ, കാണാതെ പോയ നാണയത്തിന്റെ കഥ, നല്ല സമരായക്കാരന്റെ കഥ. കർത്താവിന്റെ ചങ്കുനിറയെ ദൈവപിതാവിന്റെ കരുണാർദ്ര സ്നേഹമാണ്. അവന്റെ മുഖത്ത് നിന്ന് പുറപ്പെടുന്നതൊക്കെ ഈ കാരുണ്യം തന്നെ. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 17കളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കുമ്പസാരക്കൂട്ടിൽ വെച്ച്, ഒരു ചെറുപ്രായത്തിൽ ഒരു കുമ്പസാരക്കൂട്ടിൽ വെച്ച് തൊട്ടെറിഞ്ഞ ക്രിസ്തുവിന്റെ കരുണാർദ്ര സ്നേഹത്തിന്റെ നിറവിലേക്ക് തന്റെ സഭയിലെ മക്കളായ നാം എല്ലാവരും കടന്നു ചെല്ലുവാനും ഈ കരുണാർദ്ര സ്നേഹം ഹൃദയത്തിൽ സ്വീകരിക്കുവാനും വേണ്ടി കരുണയുടെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ കാരുണ്യത്തിന്റെ കവാടം അത് നിശ്ചയമായും ഒരു കുമ്പസാരക്കൂടിന്റെ കവാടമാണ്. കാരണം ഒരു പാപിയോടുള്ള കർത്താവിന്റെ സ്നേഹം അവന് മനസ്സിലാക്കണമെങ്കിൽ നിറകണ്ണുകളോടെ, അനുതാപത്തോടെ ഈ കവാടം കടന്ന് ആ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തണം. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മനുഷ്യൻ അവന്റെ പാപത്തിന്റെ ആഴമറിയും തോറും ദൈവത്തിന്റെ കാരുണ്യം കൂടുതലായി അവന് വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ നിശ്ചയമായും ഞാനും നിങ്ങളും പാപികളായ നമ്മൾ കടക്കേണ്ട കവാടം ഈ കാരുണ്യത്തിന്റെ കവാടമാണ്, ഒരു കുമ്പസാരക്കൂടിന്റെ കവാടം. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ ഭൂമി കരുണ വറ്റിത്തുടങ്ങുന്ന ഒരു ഭൂമിയാണ്. ഭൂമിയുടെ നീർച്ചാലുകൾ, മീറ്ററുകൾ താഴോട്ട് താണുപോകുന്നു എന്നൊക്കെ പത്രമാധ്യമങ്ങൾ നമ്മളെ ഭയത്തോടെ അറിയിക്കുന്നുണ്ട്. അതിലും ഭയാനകമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ പ്രവാഹങ്ങൾ താണുപോകുന്നു എന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരിക്കൽ കൂടി ക്രിസ്തു തുറന്നു വെച്ച അവന്റെ തിരുഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട്. അവിടെ നിന്നാണല്ലോ മനുഷ്യകുലം മുഴുവൻ, ഈ ഭൂമി മുഴുവൻ ദൈവപിതാവിന്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിച്ചത്. കൈകളൊന്ന് തുറന്നു പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിനോട്, കർത്താവേ, നീ വെളിപ്പെടുത്തി തന്ന, നീ തുറന്നു തന്ന കാരുണ്യത്തിന്റെ ആ പ്രവാഹം എൻ്റെ നെഞ്ചിലേക്ക് അവിടെ നിന്ന് ഒഴുക്കിത്തരണമേ. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെല്ലാം ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹം കൊണ്ട് നിറയട്ടെ. നമുക്ക് ഈ അടികൾ പാടിക്കൊണ്ട് ഈ കരുണയിൽ നിറയുവാനായി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു വെച്ചു പ്രാർത്ഥിക്കാം. കരുണ പൊഴിക്കുന്ന കടലാകണേ,
നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം നിറയുവാൻ, കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ഈ കാരുണ്യത്തിൻ്റെ സ്നേഹം പ്രവഹിക്കുവാനായി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആവർത്തിച്ച് പാടാം. പൊഴിക്കുന്ന കടലാകണേ, കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, കരുണ പൊഴിക്കുന്ന കടലാകണേ. നമ്മുടെ എല്ലാ സമൂഹങ്ങളെയും ക്രിസ്തുവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹ ബന്ധങ്ങളിൽ ദൈവത്തിന്റെ കരുണ നിറയുവാനായി നമുക്കൊരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, കരുണ പൊഴിക്കുന്ന കടലാകണേ, കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, കരുണ പൊഴിക്കുന്ന കടലാകണേ. കരങ്ങൾ കൂപ്പുകയാണ്. തമ്പുരാന്റെ വലിയ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ ഒരു നിമിഷം ശാന്തമാണ്. ഈ ലോകത്തെ മുഴുവൻ പൊതിഞ്ഞു നിൽക്കുന്ന സ്നേഹ സാന്നിധ്യം, ഇരവും പകലും എന്നെ ചേർത്ത് പിടിക്കുന്ന തമ്പുരാന്റെ കരുണാർദ്ര സ്നേഹം, എന്നെ ജീവിക്കുവാൻ പ്രത്യാശ പകർന്ന് ധൈര്യപ്പെടുത്തുന്ന തമ്പുരാന്റെ വലിയ സ്നേഹം, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ആ കാരുണ്യാതിരകത്തിന് നമുക്കൊന്ന് ചേർന്ന് നന്ദിയോടെ ഈ കീർത്തനമാല വെച്ച് മഹത്വപ്പെടുത്തുക. ഒത്തിരി നന്ദിയോടെ, ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ, ആനന്ദത്തോടെ നമുക്ക് പാടാം. സ്വന്തം ഛായ സാദൃശ്യങ്ങളിൽ മെനഞ്ഞെടുത്ത് നവജീവൻ നൽകിക്കൊണ്ട് എന്നും എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ പൊതിയുന്ന ആ വലിയ സ്നേഹത്തെ നന്ദിയോടെ പാടി ആരാധിക്കും.